ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ വണ്ടർ വൈ. എൻ്റെ പേര് സജ്ന. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ഇന്നും ഞാനൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്, കേക്ക് ഈറ്റിംഗ് ചലഞ്ച്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ? റെഡിയല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നോക്കി, ഇത് കുൽസുവാണ്, ഇത് നീനുവാണ്, ഇത് ബിലു. മൂന്ന് പേർക്ക് സെയിം സൈസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1 മിനിറ്റ് താഴെയാണ് നമ്മൾ ടൈം കൊടുക്കാൻ പോകുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഐഷു ഉണ്ട് ഇവിടെ നോക്കാനായിട്ട്. ആരാണ് ഫസ്റ്റ് വരുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഐഷു നിൽക്കുന്നത്. ഐഷു ഉടുപ്പൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ഐഷു നോക്കുന്നുണ്ട് ആരാ ഫസ്റ്റ് വരുന്നത്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐഷു നോക്കണോ? നോക്കുന്നുണ്ടോ കറക്റ്റ് ആരാ ഫസ്റ്റ് വരുന്നത്? ഇപ്പൊ തീരും, ഇപ്പൊ ടൈം തീരും, ഇപ്പൊ തീരും സമയം ഇപ്പൊ തീരാറായി. 10 more seconds ഉള്ളേ. 10 more seconds ഉള്ളൂ. 10 more seconds ഉള്ളൂ. ഐഷു നോക്കി, ആരാ നോക്കി? ഐഷു നോക്കി, ആരാ നോക്കിയേ? ആരാ നോക്കിയേ? ബിലു കുൽസു ആരാ നോക്കട്ടെ? ഇതിപ്പോ ഞാൻ ആരെങ്കിലും ഒന്ന് ഫിനിഷ് ആകുന്നവരെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഒരു 10 സെക്കൻഡ്സ് കൂടെ കൊടുക്കാൻ പോവാ കേട്ടോ. എന്റെ ഓരോ 10 സെക്കൻഡ് കൂടെ കൊടുക്കാൻ പോവാണ്. നീ നോക്കി 10 സെക്കൻഡ് കൂടെ കൊടുക്കാം. 10 സെക്കൻഡ്സ് കൂടെ കൊടുത്തേക്കാം അല്ലേ? ഓക്കെ അല്ലേ? ഒന്ന് ചിരിക്ക് കൊടുക്കണോ? അപ്പോ ആരാണ് ഫിനിഷ് ആയി? ഓക്കെ 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 ഫിനിഷ്. ഓക്കെ, അപ്പൊ കുൽസു ആണ് ഫിനിഷ് ആയിരിക്കുന്നത്. കുൽസു ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ കുൽസു ഒരു ബൈ പറഞ്ഞു. കുൽസു ഹായ് ഹായ് പറഞ്ഞു. അപ്പൊ കുൽസു ആണ് ജയിച്ചിരിക്കുന്നത്. കുൽസിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതിപ്പോ കൊടുക്കുന്നത് നമുക്ക് പിന്നെ കൊടുക്കും. ഒരു ഗെയിം കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഐഷു നോക്കി, ആരാ നോക്കിയ ഫസ്റ്റ്? ബിലു കഴിഞ്ഞു. ബിലു പക്ഷെ സെക്കൻഡാ കഴിഞ്ഞു. ഒരു ഇത്തിരി സെക്കൻഡ്സിന്റെ വ്യത്യാസം ഉണ്ട് ബിലു. ബിലു നമുക്ക് സെക്കൻഡ് പ്രൈസ് കൊടുക്കാം അല്ലെ? ഇവിടെ ഒരു ഹലോ കൊടുത്തേ, ഒരു ഹലോ കൊടുത്തേ. ഹായ് കൊടുത്തേ, ഹായ്. ഹലോ ഇല്ല, കേക്കിലോട്ടാണ് നോക്കുന്നത്. അപ്പൊ ശരി, നെക്സ്റ്റ് ഗെയിമിലോട്ട് കിടക്കാൻ പറ്റും. അപ്പൊ കേക്ക് ഈറ്റിംഗ് ചലഞ്ച് എല്ലാവരും കണ്ടില്ലേ? അപ്പൊ അതിനകത്ത് കുൽസു ആയിരുന്നു കേട്ടോ ജയിച്ചത്. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതൊരു ഫൺ ആക്ടിവിറ്റി തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന വിസ്പർ ചലഞ്ച് ആണ്. ചെയ്ത് അറിവുള്ള ചലഞ്ച് തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെഡ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുൽസു ആണ് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നീനു എന്തെങ്കിലും ഒരു വേർഡ് പറയാതെ കുൽസു പറയണം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഒരു മൊബൈൽ ഉണ്ട്, ഞാൻ പാട്ട് നല്ല സൗണ്ടിൽ വെക്കും. അപ്പൊ കുൽസു ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോഴാണ് നീനു ഇവിടെ വേർഡ് പറയാൻ പോണത്. പിന്നെ ഇവരെന്താണ് പറയാൻ പോണത്, കുൽസു എന്താണ് മറുപടി പറയാൻ പോണത് നമുക്ക് നോക്കിയാലോ? അപ്പൊ ഞാൻ പാട്ട് ഓൺ ചെയ്യാം കേട്ടോ നല്ല സൗണ്ടില്. ഓക്കെ, റെഡി? 3 times പറഞ്ഞാൽ മതി. 3 times. ഓക്കെ. ഐസ്ക്രീം, ഐസ്ക്രീം, ഐസ്ക്രീം. 3 പ്രാവശ്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞു? ഇത് ഐസ്ക്രീം എന്നാണ് പറഞ്ഞത് നീനു. പക്ഷെ കുൽസുവിന് അത് മനസ്സിലായിട്ടില്ല. എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. അവളൊരു വേർഡ് പോലും റിപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അവൾ അത്ര പോയില്ലേ പോയെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഭംഗിയാക്കാൻ പോവാ. കുൽസുവിനെ ഇത്തിരി കൂടെ ഒന്ന് സുന്ദരിയാക്കാൻ പോവാ. അപ്പൊ അതിന് സുന്ദരിയാക്കാൻ പോണത് നമ്മുടെ ബിലു ആണ്. സുന്ദരിയാക്കാൻ പോണത് കേട്ടോ. ബിലു ഒന്ന് കുൽസുവിനെ സുന്ദരിയാക്കിക്കോ കേട്ടോ. ബിലുവിന് ഇവരെ സുന്ദരിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ മൂക്കിലൊടിച്ചു കൊടുത്തില്ലേ? അതല്ലേ കൂടുതൽ ഭംഗിയാവുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് വേർഡിലോട്ട് കിടക്കാം. കുൽസു റെഡി അല്ലേ? റെഡി. ഓക്കെ, സെക്കൻഡ് വേർഡിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം പാട്ട് ഓൺ ചെയ്യട്ടെ. ചെറി, 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 ചെറി. ഓക്കെ, എന്തോ ചെറി. എന്താ ആൻസർ പറഞ്ഞ? ചെറി. ഉമ്മി പറഞ്ഞു കേട്ടതാ പോസ്റ്റ് ചെയ്തപ്പോ. കറക്റ്റ് പറ. ചെറി, ചെറിയെന്നാണോ പറഞ്ഞത്? അത് ഞാൻ പോസ്റ്റ് ചെയ്ത് കേട്ടതാണോ? ഓക്കെ, അവള് ചെറിയെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാ കറക്റ്റ്. ഓക്കെ, കറക്റ്റ്. ഒരെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത വേർഡിലോട്ട് നമുക്ക് പോകാം. ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. ഒന്നുകൂടെ ഞാൻ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, തേർഡ് വേർഡ് ആണ്. പാരഡൈസ്, പാരഡൈസ്, പാരഡൈസ്. മനസ്സിലായിരുന്നു? പറഞ്ഞു എന്തെങ്കിലും മനസ്സിലായ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല.
പാരഡൈസ്. മാത്രമേ ഉള്ളൂ. പാലക്കാട്. ഓക്കെ, അപ്പം പാരഡൈസ് എന്നാണ് പറഞ്ഞത്. പാലക്കാട് എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ഭംഗിയാക്കണ്ടേ? അപ്പൊ കുൽസുവിനെ ഭംഗിയാക്കാനായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബിലുവിനെ വിളിക്കുന്നതാണ്. അപ്പോ ബിലു നമുക്ക് ഭംഗിയാക്കാൻ ഇച്ചിരി ഭംഗിയായിട്ട് അങ്ങ് ഭംഗിയാക്കി. ഇത് എവിടെ പോയി ഇതിന്റെ സാധനമൊക്കെ നോക്കട്ടെ. തിരിഞ്ഞു പോയോ? ഓക്കെ, സംഭവം പോയെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ കേട്ടോ, ഏത് സൈഡിൽ ഞാൻ എടുത്ത വരുന്നുണ്ട്. സംഭവം കിട്ടി. ബിലുവിനെ കുറച്ച് ഭംഗിയാക്കാം. അതുകൊണ്ട് ഇത്തിരി ഒന്ന് കീറി പോയിട്ടുണ്ട് കേട്ടോ. നല്ല കാര്യമായിട്ടൊന്ന് ഭംഗിയായിക്കോട്ടെ. കാരണം ഒരെണ്ണം ശരി വന്നതല്ലേ. ഇച്ചിരി വലിയൊരു സ്റ്റിക്കർ ഇരിക്കട്ടെ അല്ലേ. ഇത് കൂടുതൽ ഭംഗിയാക്കിക്കോട്ടെ. ഓക്കെ ബിലു, ഭംഗിയാക്കിയോ. അതിനെ കുറിച്ച് ബിലു ഭംഗിയാക്കാൻ പോവാണ്. എവിടെയാണ് പണി കൊടുക്കാൻ പോണത് നോക്കട്ടെ. കണ്ടു കാണാൻ പറ്റൂല. ഓക്കെ 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 ബിലു ഉഗ്ര പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ കുറിച്ചത് ഇഷ്ടമായി തോന്നുന്നു. കുറിച്ച് വേണ്ട വേണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഓ എന്ത് ഭംഗിയാണ്. നന്നായിട്ട്. അപ്പൊ ഇനിയിപ്പോ കുൽസുവിന്റെ ചാൻസ് കഴിഞ്ഞ് ഇനിയിപ്പോ നീനുവിന്റെ ചാൻസ് ആണ്. നീനുവിന്റെ നമുക്ക് ഹെഡ്സെറ്റ് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, സൗണ്ട് ഒക്കെ എങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്താണ് വിശേഷം? കേൾക്കുന്നുണ്ടെന്നാ പറഞ്ഞ. ഒന്ന് സൗണ്ട് ഒന്നുകൂടെ കൂട്ടി നോക്കട്ടെ. സുഖമാണോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവക്ക് ചെവിക്ക് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട്. കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത് ഫുള്ള്. ഒന്നുകൂടെ ഒന്ന് റെഡി ആക്കട്ടെ. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയാണ്? വല്ലതൊക്കെ പറയാനുണ്ടോ? പലതും പറയാനുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് നമ്മളൊന്ന് എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി. ഇപ്പൊ സൗണ്ട് കേൾക്കാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി പറഞ്ഞു. ഫുൾ സ്വിച്ച് തുടങ്ങിയോ? കിലുക്കം കിലുക്കം കിളിവളം കിലുക്കം കീവളം കിലുക്കം ത്രിവണം തിരുവോണം കിലുക്കം കിളിവളം. കിലുക്കം എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ത്രികോണമാണോ തിരുവോണമാണോ കിളിവളമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. റോങ് ആണ്. അപ്പൊ നമ്മളത് മിസ്റ്റേക്ക് ആണ്. അപ്പൊ ബിലുവിനെ നമുക്ക് നീനുവിനെ സുന്ദരിയാക്കാൻ വേണ്ടി വിളിക്കാം. അപ്പൊ നീനുവിനെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് ബിലു വന്നു. ബിലു റെഡിയായിരിക്കാട്ടോ അവരെ സുന്ദരിയാക്കാനായിട്ട്. ബിലുവിന് ഭയങ്കര ഇഷ്ടം അവരെ സുന്ദരിയാക്കുന്നത്. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അല്ലേ ബിലു? നമ്മൾ തീരുമാനിക്കും. ഫസ്റ്റത്തെ ഓക്കെ ഓക്കെ, പട്ടം ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് വേർഡിലോട്ട് നമുക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും ഒന്ന് പാട്ട് ഓൺ ചെയ്തോട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചു പുളിപ്പ് പൊളിപ്പാട്ട് പുളിപ്പ് ഭൂമ പുളിപ്പ് വാദം പറ ലിപ്പുമ്മല് കിട്ടും പുളിപ്പ് പൊളിപ്പാട്ട് ഭൂമ ക്രാക്കർ. പുളിപ്പെന്നാണ് പറഞ്ഞത്. എന്തോ പുളിപ്പ് പുളിപ്പ്. ഇദ്ദേഹം പൊളിപ്പാട്ട് എന്നാണ് അവർക്ക് കിട്ടിയത്. ഇവിടെ പറഞ്ഞത് കുൽസ് പറഞ്ഞത് പുളിപ്പെന്നാണ്. പൊളിപ്പാട്ടെന്നല്ലേ? അപ്പൊ റോങ് ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പൊ ബിലു ഇനിയാണ് റെഡിയല്ലേ? പക്ഷെ ബിലുവിന് എന്തൊരു സന്തോഷം നോക്കി. ബിലു മോനെ പണി വരും മോനെ. ഓക്കെ, അങ്ങനെ വീണ്ടും നമ്മള് ചുണ്ടെന്ന് കാര്യം പറയാൻ പറ്റില്ല. സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വേർഡിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ പാട്ട് ഞാൻ ഓൺ ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ ഓൺ ചെയ്യാൻ പോകുന്ന പാട്ട്. ഓക്കെ, തേർഡ് വേർഡ് പപ്പടം പപ്പടം. ഒമ്പോ, അത് കറക്റ്റായി. പപ്പടം കറക്റ്റായി. രണ്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് രണ്ടാളുടെ, ഇത് തുൽസും ഇത് നീനും, രണ്ടാളുടെ ചാൻസ് വരും. രണ്ടാളുടെ ഓക്കെ. അപ്പൊ ഇവർ രണ്ടാളും കൂടെ ഇനി ബിലുപ്പാപ്പക്ക് പണി കൊടുക്കാൻ പോകണം. നമ്മുടെ ബിലുപ്പാപ്പ നമ്മൾ വിളിക്കാൻ പോണേ. കമോൺ ബിലു, ഞങ്ങളുടെ വീട്ടിലെ ബേബിയാണ് കേട്ടോ. ബിലു കമോൺ. നീനു ആരാ കൊടുക്കാൻ പോണത്? ഫസ്റ്റ് കോഴി കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ ബിലുവിനെ. പാട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. സ്കൂളിൽ പോണോ ബിലു? സ്കൂളിൽ പോണോ പോലെ? സ്കൂളിൽ പോണോ? ഓക്കെ ഓക്കെ. അപ്പൊ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ബിലുവിനെല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സ്കൂളിൽ പോണോന്ന് വെച്ചപ്പോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സംഭവം റെഡിയാണ്. കുളിച്ചോടെ ചോദിക്കാൻ പോണേ. ഓക്കെ, അപ്പൊ നീനൊന്നോട്ട് ഇരുന്നോ കുറച്ച്. ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ ബിലു റെഡി, ചോദിച്ചോ. ലാപ്ടോപ്പ്
ബോർഡ്. ലാപ്ടോപ്പ്. ലാപ്ടോപ്പ്. സെയിം ആക്ഷൻ കാണിച്ചു കൊടുത്ത്, കറക്റ്റ് ആക്ഷൻ കാണിച്ചു കൊടുത്ത്. ഫസ്റ്റ് അവൻ ബോളത് പിടിച്ചതാണ്, അത് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അത് കറക്റ്റ് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് പണിഷ്മെന്റ് ഇല്ല കേട്ടോ. അപ്പൊ സെക്കൻഡ് വേർഡ് അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞത് ഭീഷണി. ഭീഷണി. കേട്ട് ഓൺ ചെയ്യാൻ പറഞ്ഞു, പാട്ട് ഓൺ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സോറി സോറി. അടുത്ത വേർഡ് നോക്കാം, അടുത്ത വേർഡ്. ഓക്കെ, ഞാൻ ഓൺ ചെയ്യാൻ പറഞ്ഞു. എന്തായാലും അവൻ ഡാൻസിന് പറയാതെ വെറുതെ നോക്കിയിരുന്നു കേട്ടോ. ഓക്കെ, അവന് കാര്യം മനസ്സിലായി. ഓൺ ചെയ്തു, പാട്ട് ഓൺ ചെയ്തു. ഓക്കെ. ഇല്ല. ഇല്ല. വിഷാരി. ഇല്ല. വിഷാരി. ഇല്ല. വിഷാരി. ഇല്ല. ഫാൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അവള് പറഞ്ഞത് വിഷറി എന്നാണ്, ഇവൻ ഫാൻ കാറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവനൊരു കുട്ടി പണിഷ്മെന്റ് ഉണ്ടില്ല. ഈ പണിഷ്മെന്റ് ഇല്ല കേട്ടോ, നമ്മള് ഇത് എന്താണ് പറയാ, ഭംഗിയാക്കലാണ് സംഭവം. അപ്പൊ നമ്മുടെ ബിലുവിനെ സുന്ദരനാക്കാനായിട്ട്, അങ്ങനെ ബിലുവിന് ഒരെണ്ണമല്ലേ കിട്ടണം, അപ്പൊ ഇത്തിരി വലിയ സ്റ്റിക്കർ കൊടുക്കാം. ഭംഗിയാക്കാനായിട്ട് നീല് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിലുവിന്. ഓക്കെ, ആ അപ്പൊ കുൽസുവിന്റെ ചാൻസ് കഴിഞ്ഞു. കുൽസോട്ടിരുന്ന് ഇനി അടുത്ത നീനുമായിട്ടാണ് സംഭവം. ഓക്കെ, അപ്പൊ നീനു റെഡി ആയിട്ടുണ്ട്. ഇരുവെക്കോ ഇവിടെ സ്ഥലം തരം വെച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ നീനു റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പാട്ട് ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. പാട്ട് ഓൺ ചെയ്തിട്ട്. ഓക്കെ, ആ ഇനി നീനു പറഞ്ഞു. അമിതാഭ് ബച്ചൻ. കുട്ടി. അമിതാഭ് ബച്ചൻ. ചെറുത്. അമിതാഭ് ബച്ചൻ. ടേബിൾ. അമിതാഭ് ബച്ചൻ. ചെറുത്. അപ്പം ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. നീനു എന്ത് വേണം പറഞ്ഞത്? അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ആക്ഷൻ തെറ്റിച്ച് കാണിച്ചു കൊടുത്തിരിക്കുക. അമിതാഭ് ബച്ചൻ. അപ്പൊ കുട്ടി കുട്ടി എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ചെറുത് കുട്ടി എന്നൊക്കെ പറഞ്ഞു. അമിതാഭ് ബച്ചൻ അവളെ ഉദ്ദേശം. അമിതാഭ് ബച്ചൻ ചെറുതാണ്, ഹൈറ്റ് ഇല്ല അമിതാഭ് ബച്ചൻ. അപ്പൊ അതുകൊണ്ട് അവൾ അങ്ങനെയാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വേർഡ് എന്താ? ബില്ലൊരു പണി കിട്ടാൻ കൂടെ നമുക്ക് നോക്കാം. അയ്യോ ബിലുവിന് ഒരു മിനിറ്റ് ഞാൻ മറന്നുപോയി. പണിഷ്മെന്റ് കൊടുത്തില്ല. തെറ്റല്ലേ പറഞ്ഞത്? അശോ, നമുക്ക് സുന്ദരനാക്കണ്ടേ? അത് രക്ഷപ്പെട്ടല്ലേ? ആ മോനെ, ഇതിൽ അമിതാഭ് ബച്ചന്റെ തിരക്കിൽ നമ്മളത് വിട്ടുപോയി. കുറിച്ച് ഭംഗിയാക്കിക്കും. എന്ത് ഭംഗി നിന്നെ കാണാൻ പറഞ്ഞ പാട്ടൊക്കെ പാടിട്ട് വരും ഇപ്പൊ മിക്കവാറും. ഇത് എവിടെ പിടിച്ചു കൊടുത്ത? ഇത് പക്ഷെ പിന്നെ ഗ്ലാമറാ ബിലു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളു, കഴിഞ്ഞു കേട്ടോ. ബേർഡ്. 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 ഇവിടെ കറക്റ്റ് പറഞ്ഞു. ബേർഡ് പറഞ്ഞു. അതൊക്കെ മനസ്സിലായോ? മനസ്സിലായ? പൊളിച്ചിട്ടാ. അപ്പൊ മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് എന്താ പറയാ, ഇപ്പൊ എത്ര സ്റ്റിക്കർ കിട്ടി? ഞാനല്ലേ വിന്നർ. എങ്ങനെ വിന്നർ? എനിക്ക് രണ്ടെണ്ണം. എല്ലാവർക്കും രണ്ടെണ്ണം അല്ലേ? അപ്പം പക്ഷെ ബിലുവിന് എത്രയായിരുന്നു പോയിന്റ് കിട്ടിയത്? 4 പോയിന്റ് ആണ്. 4 എണ്ണത്തില് രണ്ടെണ്ണം കറക്റ്റ്. ആ ബിലു ഉണ്ടോ? കാരണം ഇവർ രണ്ടാളും കൂടെ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 എണ്ണം കറക്റ്റ് ചെയ്തു. ഇവർക്ക് രണ്ടാൾക്കും 3 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് ബിലു ആണ് വിന്നർ. അപ്പൊ ബിലുവിന് സൂപ്പർ നമുക്ക് ഒരു കിറ്റ്കാറ്റോ ഒരു 5 സ്റ്റാർ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാം. നമ്മുടെ ഫണ്ണി ഗെയിം ഒക്കെ കണ്ടല്ലോ എല്ലാവരും. നമ്മളിവിടെ ഈ ഗെയിം കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. ബ്രദർ വന്നപ്പോഴത്തേക്കും പുള്ളിയും കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ. എന്താണ് ഈ സംഭവം എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് കളിയാക്കുക നമ്മള്. ഇതൊക്കെ സിമ്പിൾ ഗെയിമാണ്, ഇത് ആർക്കാണ് പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും ഇരുന്നിട്ട്, എന്റെ ഇളയ ബ്രദറാട്ടോ, ഇരുന്ന് 2 ആളെ ഇരുന്നോട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും മോനെ, ഒന്ന് വരുമോ, നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് വിളിക്കാട്ടോ, നമ്മള് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, എന്റെ ബ്രദറാണ്. ഒന്ന് വന്നു, ഒന്ന് ചെയ്തു നോക്കാമോ പ്ലീസ്? വരുന്നുണ്ട്. ഇപ്പൊ ഈസിയാക്കി ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് വരുന്നത്. എന്റെ ബ്രദറാണ്, നസീബ് എന്നാണ് പേര്. ഹായ്. ഓക്കെ, അപ്പം ഇവനൊന്ന് നമുക്ക് ഈ സെയിം പണിയൊന്നും ചെയ്ത് നോക്കിയാലോ? നിങ്ങൾക്ക് വല്ല വേർഡ്സ് ഒക്കെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കോ? മാമാക്ക് പണി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ മാമാക്ക് ഈസിയുള്ള വേർഡൊന്നും വേണ്ട, അവനെല്ലാം എളുപ്പമാണ്. ഓക്കെ, പാട്ടൊന്ന് ഞാൻ പ്ലേ ചെയ്ത് നോക്കട്ടെ. എപ്പോഴാ വന്നത് മാമ? എപ്പോഴാ വന്നത്? നാളെ. ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞതെന്ന് പറയാമോ? ജപജപയായി. നമുക്കിനി വേർഡ്സ് ഇതിൽ കൂടെ അവിടെ ഇരുന്നോ? ഒരു പറയുന്ന ആൾ മാത്രം നിന്നാൽ മതി. അപ്പൊ കുൽസോട് പറയാൻ പോകുന്നത് എന്ന് വെച്ചാല് നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ ജപജപയായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി അടുത്ത ഗെയിമിൽ എന്താ പറയാൻ പോണെന്ന് നോക്കാം. അപ്പൊ കുൽസ് റെഡി? അങ്ങനെ നമ്മുടെ നെസിമാമ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം കുൽസ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പാട്ട് പ്ലേ ചെയ്തോട്ടോ കേട്ടോ. ഗിന്നസ് പക്രു.
ഗിന്നസ് ബുക്ക്. എന്തെങ്കിലും ഒരു ആൻസർ പറ. ഗിന്നസ് ബുക്ക്. ഹെലികോപ്റ്റർ. ഓക്കെ, നീ അങ്ങനെയല്ലേ പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? ഗിന്നസ് ബുക്ക്. അവൾ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറഞ്ഞത് ഗിന്നസ് പക്രു എന്നാ പറഞ്ഞത്. എന്റെ ആൻസർ താങ്കൾ പറഞ്ഞു. വളരെ എളുപ്പമുള്ള ഗെയിമാണ്, വളരെ എളുപ്പമുള്ള ഗെയിമാണ്. ഓക്കെ, നല്ല എളുപ്പം കേട്ടോ. നോക്കാം നമുക്ക് അടുത്ത. അയ്യോ ഭംഗിയൊക്കെ ഇല്ല. നമ്മുടെ സ്റ്റിക്കർ എന്ത് ചെയ്യും? സ്റ്റിക്കറൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ കളി കഴിഞ്ഞ് അവിടെ മാറ്റി വെച്ചതാണ്. ഇദ്ദേഹം ഇങ്ങനെ നമുക്കിട്ട് ഒരു കളിയാക്കിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇത്തിരി സുന്ദരനാക്കി വിട്ടേക്കാം. ഭയങ്കര സുന്ദരനാക്കട്ടെ. എല്ലാവർക്കും ചാൻസ് കിട്ടും, എല്ലാവർക്കും ചാൻസ് കിട്ടും. ഈസി ഗെയിം ആയതുകൊണ്ട് എല്ലാവർക്കും ചാൻസ് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത വേർഡിലോട്ട് പോവാം. കുൽസ് റെഡി അല്ലേ? റെഡി അല്ലേ? ഇനി പറയുന്ന പറയുന്നത് കേട്ടോ. ചലഞ്ചാണ്, ചലഞ്ച്. സുഖമുണ്ടോ? 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 എന്തെങ്കിലും ഒരു ആൻസർ. ഓക്കെ ഓക്കെ, എന്താ കുൽസിന്റെ വേർഡ്? എന്താ? സുഖമുണ്ടോ? സുഖമുണ്ടോന്ന് ചോദിച്ചു. ആക്ഷൻ മാറ്റിയ കാണും. സുഖമുണ്ടോന്ന് ചോദിച്ചു. അവൻ കറക്റ്റ് വിശക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. ഈസി ഗെയിം അല്ലേ? ഓക്കെ, അപ്പൊ നീനു സുന്ദരനാണ്. നീനുമാണ് മാമായ സുന്ദരനാക്കാൻ പോകുന്നത്. അപ്പൊ ഇനി അടുത്ത നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി കുളിച്ചോടിരുന്നോ പിന്നോടിരുന്നോ? ഓക്കെ, അടുത്ത നീനുവിന്റെ ചാൻസ് ആണ്. ഒരു മിനിറ്റ്, നീനുവിന്റെ ചാൻസ് ആണ്. അപ്പൊ ഞാനിതൊന്ന് ഓൺ ചെയ്യട്ടെ. ഓക്കെ, ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ. മൂന്ന് താങ്കൾ പറയുള്ളൂ. ചാർലി ചാപ്ലിൻ. ഇനി പറയണോ? വേണ്ട, പല രക്ഷയുണ്ടോ? ഞാൻ പാട്ട് ഓഫ് ചെയ്ത് പറയുന്നത് ഒന്നുകൂടെ പറയാം. ഇല്ലില്ല, അയ്യോ ചാർലി ചാപ്ലിൻ അവർക്ക് ഇങ്ങനെ നിപ്പുണ്ടായി കണ്ടുപിടിച്ച് ഒരക്ഷരം പറയാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സ്റ്റിക്കർ കൊടുക്കാവേ. ആ, കുൽസു മാമായി സുന്ദരനാക്കിയിട്ടില്ല കേട്ടോ. ഇനി പറഞ്ഞോളൂ. അത് ചിലപ്പോൾ പറയുക ഈസിയാണ്. അപ്പൊ അത് അടുത്തത് നല്ല ഈസി വേർഡ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അല്ല, ഈസി വേർഡ് അല്ല, ഭയങ്കര ഈസി വേർഡാണ്. അപ്പൊ നമുക്ക് പാട്ട് ഓൺ ചെയ്ത് നോക്കാം. കോസ്മെറ്റിക്സ്. റോസ് മിൽക്ക്. റോസ് മിൽക്ക്. പ്ലീസ് ലാസ്റ്റ്. കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സ്. അത് കറക്റ്റ്. ഫസ്റ്റ് റോസ് മിൽക്ക് എന്നൊക്കെയാണോ പറഞ്ഞത്? പക്ഷെ കോസ്മെറ്റിക്സ്. അമ്പോ, അതിന് ഇഷ്ടപ്പെട്ടു. ബിലുവിനൊരു ചാൻസ് വേണോ? എന്തെങ്കിലും ഒരു വേർഡ് ഉണ്ടോ മനസ്സില്? ഓർമ്മയുണ്ടോ? ഓക്കെ, പാവം ബിലുവിനൊരു ചാൻസ് കൊടുത്തേക്ക്. കൊച്ചിന്റെ അടുത്ത് തട്ടിപ്പടിക്കാൻ. അപ്പൊ ഓക്കെ, അപ്പൊ ഒന്ന് ഓൺ ചെയ്യട്ടെ. പറയുന്നുണ്ടോ? പറഞ്ഞു ക്ലിയർ ആകുന്നില്ല. ഓക്കെ, പറഞ്ഞു വല്ല മനസ്സിലായില്ലല്ലോ. ഇല്ല ഇല്ല, കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞു. ബിലു പറഞ്ഞത് എന്തോ? ബിലു പറഞ്ഞത് കാക്കേന്ന് പറഞ്ഞില്ല. പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ. അത് സിമ്പിൾ ഗെയിം ആയിരുന്നു കേട്ടോ. സിമ്പിൾ ഗെയിമാണ്. അപ്പൊ അതുകൊണ്ട് കാക്ക പോലും പറയാൻ പറ്റിയില്ല. എന്തായാലും കോസ്മെറ്റിക്സ് പറഞ്ഞോ, അത് ഭയങ്കരമായിട്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നോ, ഒരു പണി കൊടുത്തേക്കാല്ലേ. നല്ല ഭംഗിയായി. ഇതേപോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം ഇന്ന് വീട്ടിലോട്ട് തിരിച്ചു വിടാനായിട്ട്. എന്നാ പിന്നെ അമ്മ പൊളി. അയ്യോ, ചുണ്ടത്തൊന്നും ഒട്ടിക്കില്ല, താഴെയൊന്നും ഒട്ടിക്കില്ല, പാവമുണ്ട്. ആ അതെ, ഇപ്പഴാ ഭംഗിയായത്. അപ്പം നമ്മുടെ ഗെയിമിൽ നിന്ന് എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷം. പുതിയ ഗസ്റ്റും കൂടെ വന്നു. അപ്പൊ എല്ലാവർക്കും നിങ്ങളെല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടമായോ? ഈ ഫൺ ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ പുതിയ പുതിയ ഫൺ ആക്ടിവിറ്റീസും ഇതേപോലെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ വിളിച്ച് ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷെ കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വരവിത്തിരി കുറവാണ്, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് ആരെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രദർ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നമ്മൾ പുതിയ ആക്ടിവിറ്റീസുമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരൊന്ന് ബൈ പറഞ്ഞോളൂ. ബൈ ബൈ. Till then, take care. Bye bye. Thanks.